എവിടെ വരുന്നത്? എവിടെ? എയർപോർട്ടിനകത്തേക്ക്. ഓ എന്തൊക്കെ പറഞ്ഞാലേ ശുഭ തുടക്കം അല്ലേ അണ്ണാ? അതെ അതെ അതെ. ചന്ദ്രൻ ഒരാരും വന്നില്ല റോക്സ്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചുപേര്. അതെ കേറിയിരിപ്പുണ്ട്. ടി വി സ്നൈപ്പ് ഒക്കെ എന്റെ അടുത്തുണ്ട്. ഉണ്ടോ? കുലാൻ സ്നൈപ്പ്. ഹലോ ഹലോ. ഓ ഞാൻ ഇവിടെ വന്ന് ആദ്യം സംസാരിച്ച് ഡൂഡ് വെച്ച് എടുത്താണ്. നമുക്ക് കുറച്ച് ഫോൺ നോക്കിയാലോ? ഫോൺ തരട്ടെ? ഫോൺ നോക്കട്ടെ. കിട്ടിയാ? നോക്കട്ടെ. ഇല്ല, അതെങ്ങനെയാ നോക്കുന്നത്? ഒരു വൈ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ഫോൺ കയ്യിൽ വന്നോ? അതെന്റെ കയ്യിലാ വന്നേ. ഇല്ല എന്റെ ഒന്ന് കൊടുത്ത്. 37 ഐഡി കിട്ടിയോ? കിട്ടി. അത് ഉപയോഗിക്കും. അത് ലൈക്ക് ഫോൺ എടുക്കാവോ? ഫോൺ എടുത്ത് അത് ലോഗിൻ ആയാ വന്നേ. അതിനകത്ത് ടോപ്പിൽ ഒരു ഇത് കണ്ടോ? ഏറ്റവും മണ്ടയില് ഫോണിന്റെ ടോപ്പ് ബാറിന് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. ക്ലിക്ക് ചെയ്ത് അന്നേരം മെയിലും താഴോട്ട് വന്നു. ആ ഫോൺ മറ്റേ ഫ്ലിപ്പ് ആയോ? അത് ഇല്ല. ഷെയർ ടോപ്പ് അതല്ല, ലൈക്ക് ഫോണിന്റെ എഡ്ജ് കണ്ടോ? നമ്മൾ ഫോൺ എടുക്കുമ്പോ നമുക്ക് ഏറ്റവും മണ്ടയിൽ ക്യാമറയുടെ മണ്ടയിൽ കണ്ടോ ഒരു ചെറിയൊരു ബാർ പോലെ സംഭവം വരുന്നില്ലേ? അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്. അതെന്ത് സാധനം? അതെ അതിനകത്ത് ഇനി ഗെയിം ഒന്ന് കളിച്ചു നോക്കി. അതിൽ ജസ്റ്റ് സബ് ഇൻസ്റ്റാ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എല്ലാം എടുക്കാം. ഫോൾഡാ പിടിച്ചേ. ഹലോ പിന്നെ ആ എടുത്തത് പോലെ ആ ഫോൺ ഒന്നുകൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് വെച്ച് നോക്കി. കണ്ണ് അല്ലാണ്ടല്ല. ആ ഫോൺ എടുക്ക കയ്യില്. ആ ഫോൺ എടുത്തിട്ട് അതിന്റെ മണ്ടയിൽ ഒന്നുകൂടെ മണ്ടയിൽ. ഓക്കെ, ഇപ്പൊ സിംഗിൾ ഫോണാ. കൈ നോക്കി, കയ്യിലിരിക്കുന്നതാണ് കണ്ടോ? കണ്ട്. ഇനി ആ ടോപ്പിൽ ഒന്നുകൂടെ ഒന്ന് ഞെക്ക് ചെയ്ത്. അയ്യോ, കയ്യിലെ ആനിമേഷൻ വരെ മാറുമല്ലേ? അതെ. മറ്റേ ഫോൺ എന്റെ ഫോൾഡ് ആണോ തന്നത്? ഫോൾഡ്. അത് ഇതുപോലെ ടോപ്പിൽ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ആ ഫോൺ ഫോൾഡ് ആവും. നോക്കട്ടെ. അമ്പോ. ഓക്കെ, ഇതുപോലെ മൊത്തം 5 ഫോൺ ഉണ്ട് നമുക്ക്. ഓക്കെ, S24, പിന്നെ നോർമൽ ഐഫോണ്, ഫോൾഡ് 2 ഫോൾഡ് മറ്റേത്. ഓക്കെ. ഇപ്പൊ നമുക്കൊരു ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് ഉറക്കാൻ പോവാണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിറ്റി മൊത്തം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാരും വന്നെങ്കിൽ ഒന്ന് പറയണേ. എല്ലാരും വന്നെങ്കിൽ സിറ്റി ട്രിപ്പ് പോവാം. തുടങ്ങാം. രായ പോണ്ടി പോവാം. രായ പോണ്ടിയില് മറ്റേ വേര് മണപ്പിക്കാൻ തരുന്ന ഒരു അണ്ണനുണ്ട്. അണ്ടി മണപ്പിക്കുന്ന പോയാ സാധനം തീർന്ന അവിടെ. ഇനി വേറൊന്നുമില്ല. പുള്ളി പോലീസ് ഉണ്ടോന്ന് അറിഞ്ഞല്ലേ? അന്നേ പറഞ്ഞല്ലാണ് 15 ദിവസം. നമ്മളെല്ലാരും വന്നെങ്കിൽ പോവായിരുന്നു. എടാ ഇതിനകത്തല്ലടാ ടിവിയിൽ എല്ലാരും തന്നെ. ആണോ? ഓക്കെ. ചന്ദ്രന്റെ കൂടെ അപ്പൊ സെർവർ കാണിച്ചു തരാം. സെർവറിൽ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ കാണിച്ചു തരാം.
അപ്പൊ എല്ലാവരുടെയും അറിയിപ്പിനായി. ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ റെഡി. അപ്പൊ ഇന്നാണ് നമ്മൾ ബസ് സർവീസ് നടത്തുന്നത്. ഇല്ലെങ്കിൽ എയർപോർട്ടിന്റെ അടിയിൽ മെട്രോ സർവീസ് ഉണ്ടാവും സിറ്റിയിലേക്ക്. അപ്പൊ ഓക്കെ മെട്രോ സർവീസ് വഴി സിറ്റിയിലേക്ക് ആൾക്കാർ പോകാൻ പറ്റും. അടികൂടി മെട്രോ സർവീസ് ഉണ്ടോ സിറ്റിയില്? മെട്രോ സർവീസ് ഉണ്ട് സിറ്റിയില്. അത് ലൈക്ക് എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും നിങ്ങൾ ഒരു ടൈമിന് അവിടെ നിന്ന്, അതായത് നിങ്ങൾക്ക് മാപ്പിൽ ബ്ലിപ്പ് കാണും മെട്രോന്റെ. അപ്പോൾ നിങ്ങൾ ആ മെട്രോ സ്റ്റേഷനിൽ പോയി നിന്നാൽ നിങ്ങൾക്ക് മെട്രോ വരുന്ന കാണാം. എല്ലാവർക്കും ഒരേ ടിക്കറ്റ് തൽക്കാലം ഇല്ല, ഇപ്പൊ എല്ലാവർക്കും ഫ്രീ ആണ്. അത് സിറ്റി വൈഡ് മൊത്തം മെട്രോ. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത് ഫസ്റ്റ്? ഡ്രൈവർ എങ്ങോട്ടാണ് പോണത്? ആര്യൻ മനോജ് താങ്ക് യു സൗണ്ട് വിട്ട് ഇതുണ്ടാ ഇവിടെ റൈറ്റ് സൈഡ് ഇവിടെ പല സംഭവങ്ങളും വരുന്നതാണ്. ഇതൊരു നാളെ തൊട്ട് ചിലപ്പോ ഇവിടെ വേറെ സംഭവങ്ങൾ വരും. അതെ കുറച്ച് കാര്യങ്ങളോടെ വരും. നാളെ കേറുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഏരിയയില്. പിന്നെ നമ്മുടെ സെർവറിൽ വേറൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ സെർവർ സൈഡഡ് ഗ്രാഫിക്സ് ഇട്ടിന്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എൻഡി ഇട്ട ഫീല് ഈ സെർവറിൽ കിട്ടും. അപ്പൊ നമ്മള് എന്താ നോർമലി എന്തിടണം സെറ്റിംഗ്സ്? ഗ്രാഫിക്സ് ഏതിടണം? ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഏതിടാം. അപ്പൊ നിങ്ങൾ പൊതുവെ എൻവി ഇടുന്ന പോലെ തന്നെ നിങ്ങൾ ഹൈ ഇട്ടാൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും അങ്ങനത്തെ രീതിയിൽ. പിന്നെ FPS മാക്സിമം ഒപ്റ്റിമൈസ്ഡ് ആണ്. ലോ എൻഡ് പ്ലെയേഴ്സിന് FPS മിനിമം കയറ്റി. ഗ്രാഫിക്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഇവിടെ രാത്രി നിങ്ങൾ പമ്പ് രാത്രി വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ആനിമേറ്റഡ് ആയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. ഓക്കെ ആണോ? രാത്രി വരുമ്പോ ഈ വെതറിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അതായത് നമ്മുടെ സെർവറിൽ 3 ഏരിയകളായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വെതർ കാണാം. ഓക്കെ, ഡൈനാമിക് ആയിരിക്കും. അതായത് നമുക്ക് സിറ്റി സൈഡ് ഒരു വെതർ, സാൻഡി പലേറ്റോ വേറെ വെതർ, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ലീജൻ സ്ക്വയർ. ഇവിടെ ഗാരേജ് ഉണ്ടോ? ഗ്രാഫിക്സ് കൂട്ടിയാ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂട്ടാം. ഓ, ഇതിനകത്തോടെ റോഡ്. ഇവിടെ ഒരു പമ്പാണോ ഇത്? പമ്പാണ്. ലീജൻ സ്ക്വയറിനകത്ത് നമ്മളിപ്പോ നിങ്ങളുടെ ലീജർ സ്ക്വയറിന്റെ സെന്ററിലാണ്. ഇവര് നടുക്കൂടെ റോഡാക്കി. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇന്ന് വേണേ കേറി കണ്ടോ. ഹായ് മുണ്ടച്ചിയോ. അതേ മറിഞ്ഞു വീണ കേട്ടോ. ഈനക്ക് ഞാൻ ക്രാഷായി. വന്നപ്പോഴേ എല്ലാരും പിടിച്ചങ്ങ് ഞെക്കിയല്ലേ? അതുപോലെ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഈ കാണാൻ പിടിച്ച് ഞെക്കാൻ തോന്നുന്ന ഇടങ്ങൾ കാണും. അവിടെ ഒന്നും പിടിച്ച് ഞെക്കരുത്. ആദ്യമേ ഒന്ന് പറയായിരുന്നു. ഒരു വാക്ക് പറയണമായിരുന്നു കേട്ടോ. പോയി ഇവിടെ എല്ലാരും പറയണ ഈ സിക്വലിറ്റി ഇറങ്ങിക്കോന്നാണെന്ന്. യുവാക്കി ഇടാത്ത എല്ലാരും വന്നോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ചാണകത്തല ഇങ്ങ് വാ. വിട്ടോ. അപ്പൊ വേറെ കാര്യമുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിൽ താഴെ മോർച്ചറി ഉണ്ട് കേട്ടോ. നമ്മൾ കറങ്ങി അതെ, ത്രികോണം സൂക്ഷിച്ചു നോക്കിയാണ്. നല്ല ഡയമണ്ട് കസിനോ. ഇതെന്താ കസിനോ ഇങ്ങനെ മരണക്കിണറാ? അടുത്തൊരു കാണാടാ. എന്റെ അമ്മ, ഡയമണ്ട് ആണ് അതിന്റെ മുകളിലോട്ട് എന്താ ഒരു വര? പ്ലേ അറൗണ്ട് ഡയമണ്ട് കസിനോ ആൻഡ് റിസോർട്ട്.
ഇവിടെ കേറിയിട്ട് ഒന്നിലും കേറി നമുക്കല്ലേ സത്യം 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 ലിഫ്റ്റിലൊന്നും കയറി നമുക്കരുത് കേട്ടാ. ഇവിടെ ഞെക്കാൻ പറ്റും, ഇവിടെ ഞെക്കാൻ പറ്റും. ഇവിടെ ഒന്നിനും ഞെക്കരുത് എന്റെ പൊന്നു മോനെ, ദയവ് ചെയ്ത്. അങ്ങനെ അണ്ടിയും പിടിച്ച് വലിക്കല്ലേ. എന്തൊരു സാധനം. സദ്യ വളം വെച്ചേക്കല്ലേ. അമ്പോ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. എന്താടാ ഇത്? ഞാനൊരു കസീനോ ഇതാണ് നമ്മുടെ കസിനോ. കസീനോ അളിയ എനിക്ക് റൂം ഉണ്ട് കസിനാണല്ലോ എല്ലാരും റൂം എടുക്കുന്നത്. ഇവിടെ. എന്തൊക്കെ സാധനങ്ങളല്ലേ. ശബ്ദമല്ലേ ഇത്? അയ്യോ ഞാൻ എന്ത് ചെയ്തണ്ണാ? ഒരാളെ വീഴുമ്പോഴത്തേക്ക് ചിരിക്കില്ല. കാലേരി വീണല്ലോ, ചിരിയൊന്നും. എടാ നിന്റെ ഈ സംഭവമൊക്കെ വർക്കാവും. ഏത് ഇതെല്ലാം വർക്ക് ചെയ്യാണ് ഇതൊക്കെ. ഈ അടിയും പറ്റും, ഈ അടിയും പറ്റും. ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തിട്ടേ അത് വർക്കാവും. ഇതൊക്കെ വർക്കാവും. എന്റെ പൊന്നോ. ഫോണാക്കാൻ പറ്റുമോ? ഫോണാക്കിയ നിന്റെ മുഖത്ത് ഒന്നുകൂടി കരിഞ്ഞിരിക്കും. ഇതെന്താ മുഖം ഇങ്ങനെ കണ്ണാപ്പി നിന്റെ? മേക്കപ്പ് ഇല്ലാണ് അവിടെ. നല്ല രസമാണ് കേട്ടോ. ഇവിടെ തണുപ്പുണ്ടോ? എല്ലാരും ഇങ്ങോട്ടേക്ക് പോയാൽ റൂം കാണാം. ഹോട്ടൽ അതാ. എവിടെ? ഇതിനകത്ത് അവനങ്ങ് ഓൾറെഡി റൂമിൽ പോയി അവിടെ കിടന്നിട്ടുണ്ടല്ലോ. റൂമൊക്കെ നല്ല നോക്കി വെച്ചാ തള്ളേ. കക്കൂസല്ല, കക്കൂസല്ല, ജക്കൂസി. കക്കൂസല്ല, ജക്കൂസി, ജക്കൂസി, ജക്കൂസി. സ്വിമ്മിംഗ് പൂൾ അല്ലേ? എടാ എന്തൊക്കെ ഫെസിലിറ്റീസ് ആടാ. സത്യല്ലേ? കട്ട്ലേല് ഇവിടെ ഇവിടെ ഈ കട്ട്ലേല് എന്തെങ്കിലും ഈനൊക്കെ ഓപ്ഷൻ ഉണ്ടോ? തുറക്ക അങ്ങോട്ട്. എടാ അങ്ങോട്ട്. കട്ട്ലേല് ഈനൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. കട്ടലിൽ ഈ ഉണ്ടോ? കണ്ണാവിടെ കാലുണ്ട് വിടർത്തി വെച്ച് രണ്ടുപേരും ഈനൊക്കെയാണ്. അയ്യോ എടാ ഞാൻ ഈനക്ക്. എടാ എടാ ഒരു മിനിറ്റ്, ഞാൻ അത് ഒരാള് എന്തെങ്കിലും നടക്കുമ്പോ ചിരിക്കരുത്, മനസ്സിലായോ? സരക്ക് ഹീലിങ്സ് വല്ലോണ്ട് അടിക്കടാ. അണ്ണാ ഞാൻ ചിരിച്ചില്ലണ്ണാ. ചിരിച്ചു പോലും ഇല്ല. എടാ അത് എന്തരായ? എടാ അല്ലടാ സത്യം അടിച്ച് സരക്കെ, അത് മനപ്പൂർ അടിച്ചല്ലടാ, മനപ്പൂർ അടിച്ചല്ലടാ. അണ്ണാ അവിടുന്ന് എന്ത് എക്സിറ്റ് ആണോ? ഇത് VIP. ഇത് നമ്മുടെ റൂം. വാ. ഓ ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റ്. കൊറേ പരിപാടികളുണ്ട് കേട്ടാ. വേറെ ബാക്കി നമുക്ക് ഇത് സ്ഥലങ്ങളിൽ വന്ന് ചേഞ്ച് ഉള്ളത് കാണിച്ചു തരണം. കാരണം ഈ ബട്ടണിൽ എന്തോ ഒരു അപാകതയില്ലേ നോക്കി. സത്യല്ലേ? വില്ലുമന്റെ സാധനം ഊരി വെച്ചിട്ട് ഇതിലോട്ട് എങ്ങനെ ഇറങ്ങുന്നേ? വെതർ വോട്ടിംഗ് ആണ്. വെതർ വോട്ടിംഗ് നോക്കിയേ. 2 vote weather options clear. അണ്ണാ എന്തോടാ ചാബിയൊക്കെ 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 കണ്ടാ? എടാ അത് കൊള്ളാം. അത് നോക്ക്, മറ്റേ ഹട്ട് മറ്റേ ഇതുപോലെ എന്തിലുള്ളത് ഏതൊരു ഗെയിമിലില്ലേ ഇത്? പബ്ജിയിലുണ്ട്. പബ്ജിയിൽ അതന്നെ, പബ്ജിയില് ജീഞ്ഞക്കുമ്പോ സെയിം ഫെസിലിറ്റി. എടാ അത് കൊള്ളാടാ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുമെന്ന്. പൈസ എങ്ങനെ എടുക്കാൻ പറ്റുമോ മണി? കയ്യിലെടുക്കാൻ പറ്റുമോ മണി? സ്റ്റാബിൽ എനിക്ക് എടുക്കാൻ പറ്റുമോ? അത് ബ്രോ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ, അതാകുമ്പോ എല്ലാവർക്കും എടുക്കാമല്ലോ. ഒരു പരാതിയില്ല, മുക്കി കാണിക്കുക റേഡിയോ. നമുക്ക് എവിടെ കൊണ്ടൊക്കെയല്ലേ റേഡിയോ? എവിടെ റേഡിയോ? എവിടെ ബ്രോ റേഡിയോ? എനിക്ക് ഒരെണ്ണം തരുമോ? എനിക്ക് ഒരെണ്ണം തരുമോ? ഒരു മിനിറ്റ്, ഞാൻ റേഡിയോ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ റേഡിയോ. അണ്ണന്റെ പേര് കാണിച്ചേക്കുന്ന അവിടെയാണ്. എന്റെ അമ്മ ഇത് എന്തൊരു മുതുക്ക് റേഡിയോടാ. സത്യം അതാ മണ്ടേ കിടക്കുന്നതാണ്. അണ്ണാ റേഡിയോ ഓണാക്കിട്ടെ മണ്ടേ അടുത്ത് ലിസ്റ്റ് അണ്ണൻ എവിടെ വേണോ ഡ്രാഗ് ചെയ്തിടാം. ഇത് എവിടെ വേണേലും ഡ്രാഗ് ചെയ്തിടാം. കണ്ടാ? സെറ്റ് സെറ്റ് സെറ്റ്. ഹലോ ഹലോ കേക്കോ കേക്കോ? റേഡിയോ കേക്കോ?
സാവളെ. അല്ലല്ല കാണാൻ എങ്ങോട്ടാ? റൈറ്റോ? ഓക്കെ. അത് കൊള്ളാം കേട്ടാ, അത് കൊള്ളാം. ഇങ്ങോട്ട് വേണേലും ഡ്രാഗ് ചെയ്തിടാൻ പറ്റുന്ന കേട്ടാ, അത് കൊള്ളാം. ആർക്കറിയാം? ഇതിലൊന്നും പിടിച്ച് ഞെക്കരുത്, ഇതിലൊന്നും പിടിച്ച് ഞെക്കരുത്. അല്ല ഞെക്കിക്കോ ഇവിടെ ഞെക്കിക്കോ ഞാൻ ഞെക്കിയണ്ണ. അണ്ണ യു അടിച്ചേ. യുവാ എന്താടാ? ചാടി ഇടിച്ചിരുന്നു. എടാ ഞാൻ വീണ്. എന്തിനാ എടാ യു അങ്ങ് അടിച്ചതാ, ഇങ്ങനെ വീണ പോലെ ചത്ത പോലെ കിടക്കാൻ കേട്ടാ. ഇത് മുതലെടുക്കും. ഇത് മുതലെടുക്കും കേട്ടാ. ഇത് വെടി കൊണ്ടതുപോലെ കിടന്നു ഇങ്ങനെ കിടക്കാം. ഈസി. ഇനി രണ്ടെണ്ണം അടിച്ചാൽ ഇങ്ങനെ കിടക്കാല്ലേ. പറ്റിച്ചേ കേട്ടാ. സരക്കണ യു മസിൽ നമുക്ക് ഇവിടെ എന്താ മുകളിലോട്ട് നോക്കിയാണ് മുകളിലോട്ട്. മുകളിലോട്ട് എന്താണ്? കടലാണ്. ഇത് കടലാണോ? അത് കടലൊന്നും അല്ലടാ, അത് മേലോട്ട് മറ്റേ ഇതാണ്. അല്ല ഇത് താഴെ കടല്. ഇത് വെള്ളമാണിത്. ഏത്? അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകാനില്ല. ഒരു കടൽ വൈബ് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്പരാൻ അറിയാം. വാ വെളിയിട്ടിറങ്ങാം, നമുക്ക് വെളിയിട്ടിറങ്ങാം. ഇതിന് വെളിയിട്ടിറങ്ങാടാ. വാ എല്ലാരും കയറിയില്ലേ? ആരും മിസ്സായിട്ടില്ല. നമ്മുടെ റേഡിയോ എല്ലാവരും വന്നില്ലേ? എടാ റേഡിയോ എല്ലാവരും കേറില്ലേ? എടാ റേഡിയോ എല്ലാവരും കേറില്ലേ? നമ്മുടെ എല്ലാവരും കേറില്ലേ? ടി വി ഹലോ. ആ പറയടാ. ഐ മസിൽ നമുക്കാണ്. ഐ ആ അണ്ണന് ഇഷ്ടമുള്ള ഇതൊക്കെ ആക്കാം. എന്ത്? ഫുഡിന്റെ ഹഡ്, വണ്ടിയുടെ എല്ലാം മാറ്റാം. ഈ എഡിറ്റർ മോഡ് ഇട്ട് ഞാൻ പൊസിഷൻ മാറ്റാൻ പറ്റും. മാപ്പ് വേറെ അണ്ണാ. മാപ്പ് ശ്രദ്ധിച്ചാ താഴത്തെ ലെഫ്റ്റ്. മെയിൻ ബാങ്ക് കൂടെ ഉണ്ടോ? ഓക്കെ ഇതാണ് മെയിൻ ബാങ്ക്. വേഗം അടിക്കാം. സാമാനത്തിന്ന് കയ്യത് അളിയാ ജയിൽ ഇങ്ങോട്ട് പറ്റിയാ? ഇത് ലക്കി ലക്കി ഭാസ്കറിലെ ബാങ്ക് അല്ലേ? സത്യം കറക്റ്റ് ലക്കി ഭാസ്കർ. എനിക്കത് കണ്ടപ്പോ ഇത് കണ്ടപ്പോ വസ്തുത ഓർമ്മ വന്നേ. എനിക്കത് തന്നെ ഓർമ്മ വന്നേ. മെയിൻ ബാങ്ക് ഫുള്ള് മാറ്റി. ശരിക്കും ഇവിടെ ആണോ ലക്കി ഭാസ്കറിന്റെ ഷൂട്ടിംഗ് കിടന്നേ? നിന്റെ അച്ഛനോട് പറഞ്ഞാൽ ഈ കഥകളൊക്കെ എന്നോട് വേണ്ട. വിശ്വസിക്കുമായിരിക്കും ചിലപ്പോ. ശരിക്കും ഇവിടുന്നാണ് ലക്കി ഭാസ്കർ പൈസ എടുക്കുന്നത്. എല്ലാ അച്ഛനോട് ഇതൊക്കെ അച്ഛനോട്. എടാ ഈ മെയിൻ ബാങ്ക് ഒക്കെ എങ്ങനെ അടിക്കുക? അല്ലെ നമ്മൾ പിന്നെ റോബർ അടിക്കാത്തോണ്ട് വലിയ പ്രശ്നമില്ല. അല്ല എടാ ഏതോ 5 ടൈപ്പ് റോബറി എന്തോ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എല്ലാം കിടിലായിരിക്കും. ഇതുവരെ ഒന്നും ഒരു സെർവറിൽ ഇല്ലാത്ത ടൈപ്പ് കുറെ സാധനങ്ങളാണ്. അങ്ങനെയല്ലേ ബ്രോ ഒന്ന് പറഞ്ഞേ? അതെ എന്തിനാണ് ഇത്ര സ്പീഡിൽ പോട്ട്? ലക്കി ഭാസ്കർ നടന്ന ഡയലോഗാ. അടുത്ത കാണാനുള്ള അടുത്തത് ഒരു നമ്മുടെ ഒരു ക്ലബ്ബ് കം റിസോർട്ട്. വ്രോക്സ് ഇന്റർനെറ്റ് ശോകമാണ്, അതുകൊണ്ടാണ് വരാത്ത. അയ്യോ വ്രോക്സ് മ്യൂസിയം വേണം. വ്രോക്സ് കൂടെ വേണ്ടായിരുന്നു. സിറ്റിയിലെ മ്യൂസിയം എന്താ പുരാവസ്തു നിന്റെ അച്ഛനെ വെക്കാനോ? അണ്ണാ എനിക്ക് അച്ഛനല്ല, അണ്ണാ ഞാൻ അനാഥനാണ്. അണ്ണൻ അച്ഛനുണ്ടോ? കയ്യില് ഫയലൊക്കെ ഉണ്ടല്ലോ. ബാബു നീ വരുത്തില്ലെന്നാടാ ഞാൻ വിചാരിച്ചത്.
അല്ല ഞാൻ ഇവിടെ ഡ്രസ് മാറാൻ വന്നത്. എനിക്കറിയാം വാ 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 വാ. ഇതെന്താ സാധനം? ഇതെവിടെ ഇത് എന്റെ സ്ഥലം എന്തിനാണ്? അറിഞ്ഞൂടാ. ഞാൻ ഡ്രസ് മാറാൻ വന്നത്. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന? ഇത് സിറ്റിയെ കൊള്ളാൻ കേട്ടോ ബാബു. മള്ളി എനിക്കും അതാണ് തോന്നുന്നത്. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് കാണിച്ചു തരണേ. ഓ കാണിച്ചു തരാം കണ്ടവർക്ക്. ആ ഇതാണ് സിറ്റി. നേരത്തെ കണ്ണാപ്പിയോട് പറഞ്ഞ ഡയലോഗ് ഓർമ്മ പറഞ്ഞു. അതെന്താ? കാണുമായിരുന്നല്ലേ? അവന്റെ സ്ഥലം പോലും ഇവിടെ 4 ദിവസമാണ് പേരെ പറയല്ലേ. ഇവിടെ കിടങ്ങും. സെറർ കൊള്ളാൻ കേട്ടോ. വാ 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 വാ. മള്ളി അതല്ല വേറെ എന്ത് മള്ളി തന്തയ്ക്ക് വിളിച്ചാലും മെറ്റിയടിച്ച് കേസ് പറയില്ലേ. 4 ദിവസമാണ് പേരെന്ന്. ആണാ? ഓ ഇനി ഇവിടുത്തെ ബാനിനെ പറ്റി പഠിക്കണം ആദ്യം കേട്ടാ. എന്തിനൊക്കെ എത്ര ദിവസമാണ് ബാൻ എന്നുള്ള രീതിയിലല്ല. ഓസി പറഞ്ഞ ഡയറക്റ്റ് ബാനാണ് കേട്ടോ. അപ്പോഴേ ഓസി പറഞ്ഞ സ്പോട്ട് ബാൻ ആണ്. അതായത് ഓസി പറഞ്ഞത് നീ ഇപ്പൊ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത സ്പോട്ട് ബാൻ ആണ്. അത് പറഞ്ഞത് വിളിച്ച് കാണിച്ചു കൊടുത്താൽ മതി. പ്രൂഫ് എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ മതി. അപ്പോഴേ സ്പോട്ട് ബാനാ. ഓസി എന്ത് പറഞ്ഞാലും അല്ല. ഓസി പേര് വെച്ച് അബ്യൂസ് ചെയ്യാ, അല്ലെ ഗേൾ ഫ്രണ്ട്, തന്ത, അച്ഛൻ, അമ്മ എന്തേലും വെച്ച് പറഞ്ഞ് അബ്യൂസ് ചെയ്ത ഓൺ സ്പോട്ട് ബാൻ ആണ്. അത് വേണമായിരുന്നു. കുറെ നാളായിട്ട് പറയുവാണ്. അത് വേണം. അതാണ് അതൊരു വലിയ ആണത്. വേണം. ഹലോ 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 ഹലോ. ഇവിടെ പാട്ടും ഞങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇപ്പൊ പാട്ടിട്ടാ നിങ്ങൾക്ക് ചിലപ്പം കാപ്പി കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല അല്ല ഇത് ഇതുപോലെ സ്ഥലങ്ങൾ കാണും. പാട്ടിട ചിലപ്പോ കോപ്പി കിട്ടും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. വലിയ ആറ്റിറ്റ്യൂഡ് ആണ്. എസ്തെറ്റിക് പുണ്ടച്ചുകൾ ഇപ്പോഴത്തെ അറിഞ്ഞൂടെ? മുഖം പകുതി മറച്ചു വെച്ച് ഫോട്ടോ ഇടുന്നവന്മാര് പുണ്ടച്ചുകൾ. എന്റെ വിചാരം കൈ കൊട്ടയെ പിടിച്ച് നടന്ന എന്തോ എസ്തെറ്റിക് ലുക്ക് ആണെന്നാണ്. മറ്റേ ആടിന് വിടലവാദം വന്നതുപോലെയാണോ നടക്കണത്? നമ്മളെ ഇതെന്താ E2? ഇതെവിടെ പോണ്ടേ? നിലയും വിലയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ ഇത്. റിസപ്ഷനെ ഇതില്ലേ വേറൊരു കേസുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞേ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ടെസ്റ്റിംഗ് ആയിട്ട് കയറാൻ പറ്റും. ഇനി ഭാവിയിൽ ഇവിടെ കയറണമെങ്കിലേ കോട്ടർ സ്യൂട്ട് ഇട്ട് വന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ആ കോട്ടർ സ്യൂട്ട് ഇട്ടിട്ട് വരുന്നവർക്ക് മാത്രമേ ഇതിനകത്തോട്ട് എൻട്രി ഉള്ളൂ. ബാക്കി ക്ലബുകളിൽ ഏത് റെസിപ്റ്റ് വേണം പോവാം. ആണ് ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്റെ അമ്മോ. വേറെ കാര്യം കേട്ടാ. ഇവിടുത്തെ പോലീസ് വണ്ടി എടുത്തു കഴിഞ്ഞാ പോലീസ് വരും കൂടെ. ഇവിടെ പോലീസ് വണ്ടി മോട്ടിക്കുന്ന പുണ്ടച്ചികളുടെ ഒക്കെ കഴിയങ്ങ് തീരും. മനസ്സിലായോ? അത് സത്യം. അവന്റെ കഴപ്പങ്ങ് മാറിക്കിട്ട് കേട്ടാ. പോലീസ് വന്ന് അടിക്കും. പോലീസ് വണ്ടി എടുത്തു കഴിഞ്ഞാ പോലീസ് വരും. അപ്പൊ ചന്ദ്രൻ ഒന്നുമില്ലേട്ടാ. ചന്ദ്രൻ മിക്കവാറും തിരിച്ച് ആകാശത്തോട്ട് പോകും. സൂപ്പർ അടുത്ത ലക്കത്തിൽ കൊടുക്കാൻ പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റ് ഇടിക്കുമ്പോ ആനിമേഷൻ ഉണ്ട്. അത് എല്ലാ വണ്ടി എന്ത് ഗ്യാങ് വണ്ടി ആയാലും എല്ലാം അതുണ്ട്. ജസ്റ്റ് ഒന്ന് ഇടിപ്പിച്ചേ ബ്രോ. ബസ് ഒന്ന് ഇടിച്ചേ ബ്രോ. കണ്ടാ ഈ ഷേക്കും ആനിമേഷനും ഉണ്ടാവൂടാ. വണ്ടി വലിക്കുന്നില്ല കേട്ടാ. ചന്ദ്ര നീ ഒരു വന്തോത്തിയാണ്.
പബ്ജിയിലാണ് ഉണ്ട് സെർവറിൽ കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ്ടല്ലേ നമ്മള്. ഇതിപ്പോ എങ്ങനെയാണ് പോണേ? ഡിമെൻസിറ്റിയിൽ എടുത്തോട്ടാ. അല്ല നമ്മുടെ മറ്റേ ഇവിടെ ഒരു കാ പറിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണം നമ്മള്. നമ്മളെ ഡിമെൻസിറ്റിയിലല്ല നമ്മളെ ഡിമെൻസിറ്റിയിലല്ല നമ്മളെ സ്വർഗരാജ്യത്തോട്ട് പോണ. അതെങ്ങനെയുണ്ട് കറുത്ത മാരികയിൽ കൊടുക്കാം. നിന്റെ സർട്ടിഫിക്കറ്റ് നിന്റെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ, നിന്റെ സർട്ടിഫിക്കറ്റ് ബാലരമയുടെ ഏറ്റവും ബാക്ക് പേജ് കൊടുക്കാം. സൂപ്പറാ സാറേ, സൂപ്പർ. കൊള്ളാം കേട്ടോ സ്കൂള്. ഇപ്പൊ നമ്മള് പോകുന്നത് സിറ്റി ഹാളിലോട്ട്. സിറ്റി ഹാള്. ഓക്കെ ഓക്കെ ഓക്കെ. കല്യാണം കൂടെ ആരോടാ? ജോറിന്റെ എണ്ണ കെട്ട്, ജോറിന്റെ നിന്റെ അച്ഛന്റെ പേര് മറന്നു. ജോറിന്റെ എണ്ണ കെട്ട്. ചന്ദ്ര അച്ഛന്റെ പേര് അറിയാണെങ്കിൽ അത് വെച്ച് എടാ, പറയാം. എനിക്ക് വാസമുണ്ട്, അച്ഛനില്ല, നമ്മൾ ഓർഫനാണ് ബ്രോ. നീ നിന്റെ കാര്യം നീ നിന്റെ കാര്യം പറയാ ചന്ദ്ര, അതിനടുത്ത് എന്നെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായ? ബാബു നിനക്കൊരു പോയിന്റ് ഉണ്ട്. ചന്ദ്ര ഓക്കെ, നിനക്കൊരു പോയിന്റ് ഉണ്ട്. ഇത് സംസാരിക്കില്ലല്ലോ മൈനെ. ഒരു പോയിന്റ് കൊടുത്ത പ്രശ്നമില്ല. വേലു ഏത് സ്ഥലമാണ്? ഞാൻ ഇവിടെ ആയിരിക്കും കളിക്കുന്നത്, ഇവിടെ ആയിരിക്കും വേലു RP കളിക്കുന്നത്. ഗൈസ് ഫുൾ ഗ്രാഫിക്സ് ഇട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അടുത്ത ലൈവില്. എന്റെ പൊന്നോ, ഇത് എന്താ അത് കാണണേ. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റി ഹാള്. ഗവൺമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടുന്നായിരിക്കും നമ്മൾ ഓട്ടോ റൈഡിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ബ്രോ ഇവിടുത്തെ ഇതെങ്ങനെയാണ് ലോസ് എങ്ങനെയാ വരുന്നേ? എങ്ങനെ ഗവൺമെന്റ് ലൈക്ക് വേറെ ഗ്യാങ് മാത്രമായിട്ടാണോ, ഗ്യാങ് തന്നെയാണോ, അതോ ഇല്ല സിയോണൊക്കെ പോലെ മറ്റേ RDC അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പുകളൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ആ ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് മറ്റേ ഇലക്ഷൻസ് അതൊക്കെ നടക്കുവോ? അതെ. അതായത് ഗവൺമെന്റ് ഓഫീസും പിന്നെ ഒരു കോർട്ടും കൂടാണ് ഇതിനകത്ത് എല്ലാം ഉണ്ട്. കോർട്ടും ഗവർണർ ഓഫീസും കൂടാണ്. ഓക്കെ, ഇവിടെ ആയിരിക്കും സിറ്റിയിലുള്ള അതായത് PD റിലേറ്റഡ് ഉള്ള എല്ലാ കേസുകളും ഇവിടെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകം കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇപ്പഴേ നമുക്ക് കാണാൻ പറ്റും, വരും ദിവസം കാണാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ഇവിടെ ഒരു കാണാം, സെക്യൂരിറ്റീസ് കാണാം. എന്തൊക്കെ സാധനങ്ങളാണല്ലേ ഇവിടെ. ഇവിടെയാണ് ഇതാണ് കോർട്ടും അല്ല, ഇത് തന്നെയാണോ? അതെ, കോർട്ടല്ല ഇവിടാണ് വരുന്നത്. കംഫർട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കണം എനിക്ക്. ഇപ്പൊ കൊറേ നാളായിട്ട് ജയിലിൽ തന്നെയാണ്, അതാണ് പ്രശ്നം. ഇതാണ് കോർട്ട് റൂം. ഓക്കെ, അത് പുള്ളിക്കൊന്നും കാണണം. കൊള്ളാനും വേണ്ടി വ്യത്യാസം ഉണ്ടല്ലേ പറ്റേനെ കാട്ടി. മള്ളി കോർട്ടിനകത്തൊന്ന് കയറിയിരുന്നേ. മള്ളി എവിടെ നിൽക്കുന്ന സ്ഥലം? പ്രതിക്കൂടില്ല കേട്ടോ ഇവിടെ. പ്രതിക്കൂടില്ലല്ലേ? കുഴപ്പമില്ല. താഴെ എവിടെയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇത് മറ്റേ കടയിലെ പൊറോട്ട കടയിലെ പൊറോട്ടയും ബീഫും ഒക്കെ പറഞ്ഞു ചോദിക്കില്ല, അവർ ഓർഡർ അതുപോലെ ഉണ്ട്. അല്ലാതെ മറ്റേ കോർട്ടിലെ ജഡ്ജിയുടെ ഓർഡർ പോലും ഇല്ല ഇത്. എനിക്കത് അറിയാത്തോണ്ട് ഞാനത് പറയത്തില്ല. അപ്പൊ കേസ് ഇതാണ് പുതിയ സെർവർ. നമ്മൾ നാളെ തൊട്ട് അപ്പൊ ഇവിടെ ആയിരിക്കും ഇനി തൊട്ട് RP കളിക്കുന്നത്. നമ്മുടെ ഗ്യാങ് RPയും ഇതെല്ലാം ഗ്യാങ്. എനിക്ക് തോന്നുന്നു ഇവിടെ മാക്സിമം 10 ഗ്യാങ്ങിന് എന്തോ അലോ എടുത്തുള്ളൂ. മാക്സിമം 10 ഗ്യാങ് എന്തോ ഉള്ളു ഇവിടെ ടോട്ടല്. അപ്പൊ നമ്മള് ഗ്യാങ് ആക്ടിവിറ്റി ഈ ആഴ്ച തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 10 ഗ്യാങ്സ് എന്തോ മാക്സിമം ഉള്ളു ഈ സെർവർ. അതിൽ കൂടുതൽ ഗ്യാങ്സിന് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. വളരെ ഫിൽട്ടർ ചെയ്ത് നല്ല കുറച്ച് ഗ്യാങ്സിന് ഇവിടെ എടുക്കാനുള്ള പരിപാടിയാണ്. സോ അപ്പൊ ഏകദേശം കറന്റ് തുടക്കത്തിൽ 10 ഗ്യാങ്സ് എന്തോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പൊ അത് ആ ഒരു രീതിയിലായിരിക്കും പോണേ. അതുപോലെ RPയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവിടെ സെറ്റ് ആക്കണം എന്നുള്ളൊരു ഇത് ഉള്ള കുറെ അഡ്മിൻസോട് ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ പോവാം. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴേ പറയണേ, ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടുത്തെ അഡ്മിൻസിന്റെ അടുത്തു നിന്നൊക്കെ ഡിസിഷൻസും അതും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വെറുതെ അവിടെ പോയിരുന്ന് ഇതാക്കി അവരുടെ മൈൻഡ് ഫക്ക് ചെയ്യരുത്. നമ്മളെ മോസ്റ്റ് ഓഫ് ദ സെർവറിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണ്. ആവശ്യമില്ലാതെ അവരെ സപ്പോർട്ടും ചെയ്യാൻ പോകണ്ട, ആവശ്യമില്ലാതെ അവരെ ഡിഫെൻസ് ചെയ്യാനും പോകണ്ട. നിങ്ങൾക്ക് POV കാണാൻ താല്പര്യമുള്ള സമയത്ത് റോക്സിന്റെയും ബാക്കി തന്നെ താരാൾ ലൈവ് ഇടുന്ന വെച്ചാൽ അവരുടെ POV പോയി കാണുക. മനസ്സിലായോ? ഇതെന്താ ഇവിടുത്തെ പീഡിയോ? ലോസ് സാന്റോസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഈകളെ കോമഡി അല്ല, ഓൾ എന്റെ കേരള വിഷയം കത്തിയാണ്. എന്താടാ ഗെയിലി മാഡത്തിന് ഇവിടെ വെച്ചായിരിക്കോ കാണുന്നേനി? ഗെയിലി മേഡം ആരാ? എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇല്ലല്ല. ഓ നിങ്ങളപ്പോ അതുവരെ എത്തിയ കാര്യങ്ങള് ഞാൻ ഓമ്പിയപ്പോ ആരും റിപ്പോർട്ട് ചെയ്യല്ലേ പ്ലീസ്. അതാരാണ്? അല്ല ഇതൊക്കെ കാണണം കേട്ടോ ചന്ദ്ര, ഇവിടെ പലരും വരുമ്പോ ഇതൊക്കെ കാണണം ചന്ദ്ര. എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ വാലും പൊക്കി പോവല്ലോ ഇവിടെ നിന്നാരും. നിനക്ക് തന്നില്ല അതങ്ങനെ അച്ഛൻ ചോറൊന്നുമല്ല അത്. സമയത്തിനാ ചോദിച്ചത് ആരും. വേലൊന്നല്ല എഴുതിയിരിക്കണ ആ പേരില്. അത് മരിച്ചുപോയവരുടെ ലിസ്റ്റ് ആട്ടോ. വേലും ഉണ്ട് കേട്ടോ. അതായത് തോക്ക് വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് കൊഴല് ക്ലീൻ ആയെന്ന് കണ്ണു വെച്ച് നോക്കിയതാ, കണ്ണി കൂടെ ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഇല്ലണ്ണ അതില് എഴുതിയിരിക്കണത് കാണിച്ചു തന്നെ. കണ്ണാടി നൂരുണ്ണ ആദ്യം. അടുത്ത ലൊക്കേഷനോട് പോയാലോ? ഇതിനകത്ത് കുറെ ഉണ്ട്, നമുക്ക് വിശദമായിട്ട് പോലീസ് പിടിക്കുമ്പോ ബ്രോ ഇത്രേ ഉള്ളൂ? അപ്പൊ കാണാൻ ഇത്രേ ഉള്ളൂ? ഒന്നും ആയിട്ടില്ല, 10% ആയിട്ടുള്ളൂ. എന്താ 10% ആയിട്ടുള്ളൂ സത്യം പറഞ്ഞ. ഇനിയുണ്ട്. ആരോ പോയല്ലോ വണ്ടിയിൽ നിന്ന്. നീ ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. മൈനർ അറ്റാക്കോ? മരാണല്ലേ നിന്റെ അടുത്തൊക്കെ പറഞ്ഞ എന്നെ ഇതല്ലേ മുതുക്ക് ഗരാജ്? ഇതല്ലേ അപ്പം? ഇതാണ് ഗരാജ്. ഓപ്പൺ ഗരാജ് മുള്ളാൻ പോണ. ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഇവിടുന്ന് ഒരു മെട്രോ കാണും, നിങ്ങൾക്ക് ട്രെയിൻ സിസ്റ്റം കാണും. അവിടെ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നുണ്ടോ? ആ ബിൽഡിംഗ് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ കയറി നിങ്ങൾക്ക് അതിന്റെ അടിയിൽ കൂടെ മെട്രോ കാണും. സിറ്റിയിലെ എല്ലാ ഏരിയയിലോട്ടും മെട്രോ കാണും. ഓക്കെ, കൊള്ളാം. ഇങ്ങനൊരു മുതുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടാ. ആള് കൂടുമ്പം കത്തമ്പേതൊക്കെ എടുത്ത് മാറ്റിയിരിക്കും അല്ലേ സരക്കണ്ണ? ഇവിടൊക്കെ നല്ല FPS ഉണ്ടല്ലോ, സ്റ്റേബിൾ FPS ഉണ്ട് 144. അല്ല ഞാൻ 144 ലോക്കൊക്കെ ഇട്ടേക്കോ, അതുകൊണ്ടാണ് എനിക്ക് അത് കിട്ടണേ. 144 തന്നെ. ഇവിടെ അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലേ, ബിൽഡിംഗ് ആയിട്ടൊന്നും ഇല്ലല്ലേ? അതെ ഇത് സീൻ നല്ല കൊള്ളാം കേട്ടാ.